കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ, രോഗികളായിട്ടുള്ളവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. പ്രിയപ്പെട്ട ഗോൾഡൻ ടേസ്റ്റ് കൂട്ടുകാർ, എന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഷുഗറുകാർക്ക്, എനിക്കും ഷുഗറുണ്ട്, അപ്പോഴും നമുക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ആഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊരു ജ്യൂസ് പോലെ നമുക്ക് അടിച്ച് കഴിക്കാവുന്നതാണ്. ഇത് മുത്താറിയാണ്. നമുക്കിത് ഞാനതിൻ്റെ ബാക്കി കൂടി ഞാൻ കാണിച്ച രീതി ഞാനിപ്പോൾ ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കുക. പൊരിഞ്ഞ് ഇത് കിട്ടി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ പൊടിക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക രുചി. വറുത്ത് വെച്ച മുത്താറി, പഞ്ഞപ്പുല്ല്, ഇങ്ങനെയൊക്കെ ഒത്തിരി പേരുകളുണ്ട് ഇതിന്. ഇത് ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഇത് വറുത്ത് വെച്ചതാണ്, ഞാൻ പൊടിച്ചെടുക്കട്ടെ. ഇത് നല്ല സൂപ്പറായിട്ട് പൊടിച്ചു. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോണത്, ഇതെന്താണെന്ന് അറിയാവോ? ഇതാണ് സൂപ്പർ വാഴയ്ക്ക ഉണങ്ങിയത്, ഏത്തവാഴയ്ക്ക. അതായത് നമ്മൾ ഈ വളവിട്ട് ഉണ്ടാക്കുന്ന ഏത്തവാഴയ്ക്കായ്ക്കകളൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത്, നമ്മുടെ അടുക്കള വാതകിലൊക്കെ നമ്മൾ ഒരു 1ഉം 2ഉം ഒക്കെ ഏത്തവാഴയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അധികം കുലച്ചോളം നല്ല വലിയ കായ കിട്ടുകയും ചെയ്യും. അങ്ങനെ എനിക്കും കിട്ടി, വലിയ കൊല കിട്ടി, ഒരു 4-5 കൊല കിട്ടി. 2എണ്ണം ഞങ്ങൾ കൊടുത്തു, ഇനിയും നിൽപ്പുണ്ട്. അപ്പോൾ ഈ വാഴയ്ക്കയാണ് ഞാനിനി ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഞാൻ അങ്ങോട്ടൊന്ന് പൊടിക്കട്ടെ. ഇത് ഞാൻ പൊടിച്ചു, ഞാനൊരു ഡപ്പയിലാക്കി. പെട്ടെന്ന് കേടുവരുന്ന ഒരു സാധനമാണ്, അതുകൊണ്ടിത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ ഓരോ സ്പൂൺ എടുത്ത് വെച്ചിട്ട് ഇത് നല്ലോണം അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുക. നമുക്ക് ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് ഞാൻ പൊടിച്ച് ഒരു ഡപ്പിയിലാക്കി വെച്ചു. ഇതുപോലെ ഒരു സ്പൂൺ എടുത്താൽ മതി, ഒത്തിരി ഒന്നും നമുക്ക് ആവശ്യമില്ല ഒരു നേരം കഴിക്കാനായിട്ട്. ഇനി ഒത്തിരി വിശപ്പാണ് ഉള്ളതെന്ന് ഒരിക്കൽ ഇത് കുറുക്കി കഴിക്കാൻ ഒരു സ്പൂണിന് 2 സ്പൂണൊക്കെ എടുക്കാം. ആദ്യം നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ ഒരുപാടെടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതും എടുത്തു, ഒരു സ്പൂണ്. എന്ന് വെച്ചിട്ട് ഇതിനകത്ത് ആവശ്യമായ പാലും കൂടെ നമ്മളങ്ങോട്ട് ഒഴിക്കുക. ഞാൻ പാലൊഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചു. നിങ്ങൾക്ക് പാല് എത്ര കണ്ട് വേണോ അത്ര കണ്ട് ഒഴിക്കാം. പിന്നെ നല്ലോണം അരിഞ്ഞ് കുടിക്കേണ്ട പാകത്തിലാക്കാനാണെന്ന് ഒരിക്കലും അതനുസരിച്ചിട്ട് ഒഴിക്കാം. അല്ലാതെ നിങ്ങൾക്ക് കോരി കഴിക്കാൻ പാകത്തിന് കുറുക്കിയെടുത്ത് കഴിക്കാനാണ് ഇഷ്ടമെന്ന് ഒരിക്കൽ അങ്ങനെ പാല് നമുക്ക് ഒഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നട്ട്സ്, ഉണങ്ങിയ ഇതുകളുണ്ട്. ഇതിനകത്ത് ഈത്തപ്പഴവും മുന്തിരിങ്ങാപ്പഴവും ഒക്കെ ഉണ്ട്, മുന്തിരിങ്ങായ ഉണങ്ങിയതൊക്കെ ഉണ്ട്. ഇതൊക്കെ കൂടെ കോരി കഴിക്കുന്നവർക്ക്, ഇത് ഞാനിപ്പോൾ ജ്യൂസായിട്ടാണ് അടിക്കുന്നത്, അതുകൊണ്ട് ഞാനിത് അതിനകത്ത് ഇടുന്നില്ല, ജ്യൂസിനകത്തിട്ട് അടിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഷുഗറുകാർക്ക് ഇതിൻ്റെ മധുരം മതി, ഷുഗറുകാർക്ക്. അല്ല ഇനി മറ്റ് അവസ്ഥകളിലുള്ളവരാണെന്ന് ഒരിക്കൽ അവർക്ക് ഇച്ചിരി പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇതിനകത്തോട്ട് ഞാനിത് നട്ട്സൊക്കെ ഉണങ്ങിയ ഫ്രൂട്ട്സുകളൊക്കെ, ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിങ്ങനെ അരച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇത് ചേർത്തു. അപ്പോൾ ഇത് ചേർത്ത് ഇതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കോരി പിന്നെ കഴിക്കുന്നത് ഒത്തിരി നല്ല. കാരണം തൊണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള രോഗികളൊക്കെ ഉണ്ട്, അവർക്ക് ഇതിങ്ങനെ നമുക്ക് കോരി കഴിക്കാൻ പാകത്തിന് ഇങ്ങനെ ആക്കാം. അല്ല ഇനി പിന്നെ നമുക്ക് ഷുഗറുകാരാണെന്ന് വരും, നമുക്ക് ചവച്ചേർക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ നട്ട്സ് നമ്മൾ കുറുക്കുമ്പോൾ ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിതിങ്ങനെ ഞാനിപ്പോൾ ഇതിങ്ങനെ എല്ലാവർക്കും കഴിക്കത്തക്ക രീതിയിലാണ്. തൊണ്ടയ്ക്ക് പ്രശ്നക്കാരുള്ളവരും ഒക്കെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. ഇത് കേട്ടോ, അപ്പോൾ ഇത് ശരിയായി. ഞാനിതുകൊണ്ട് വാങ്ങി വെക്കുക. എന്നിട്ട് അങ്ങനെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളവർ, ഇറക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഫ്രൂട്ട്സൊക്കെ അരച്ച് ഇതിനകത്ത് ചേർത്ത് കഴിക്കുക. ഇനി അത് പിന്നെ ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ കുടിക്കാനാണ് താല്പര്യമെങ്കിൽ കുറച്ച് പാലോട് ചേർത്ത് ഇച്ചിരി അയച്ച് നമുക്കിതിങ്ങനെ കോരി കുടിക്കാൻ പറ്റും. അല്ലാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി ഇത് കഴിക്കുന്നതാണ് നല്ലത്. ഷുഗറുകാർക്കൊക്കെ ആണെങ്കിൽ ഇതിനകത്തോട്ട് നട്ട്സൊക്കെ ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. എന്ന് വെച്ചിട്ട് കുറുക്കി ഇനി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കും കഴിക്കാൻ പറ്റും. എങ്ങനെയായാലും ഒരു നേരം ഭംഗിയായിട്ട് നമ്മുടെ ഷുഗറുകാർക്കും അല്ലാത്തവർക്കൊക്കെ ഭംഗിയായി അവരുടെ വയറ്റിൽ
വിശപ്പ് അടക്കി കഴിക്കാൻ പറ്റും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക. അടിപൊളി ഒരു ഫ്രൂട്ട്സാണ്, നമ്മുടെ ഒരു ഫുഡാണ്. നമ്മുടെ മുറ്റത്തുള്ള സാധനങ്ങളൊക്കെ കൂടെ ഉപയോഗിച്ച് ഇച്ചിരി മുത്താറി അരച്ച് അത് വറുത്ത് പൊടിച്ച് അതിനകത്ത് ചേർക്കണം. അതിന് പ്രത്യേകിച്ചൊരു രുചിയാണ്. ഓക്കെ, ബൈ ബൈ.